SCERT 4ാം ക്ലാസ് കൈപ്പുസ്തകത്തിൽ ഗുരുതര പിഴവ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടനെ ഭയന്നാണെന്ന് അധ്യാപകർക്ക് നൽകുന്ന കൈപ്പുസ്തകത്തിലെ പരാമർശം. വിമർശനമുയർന്നതിനെ തുടർന്ന് 2 തവണ SCERT തിരുത്തൽ വരുത്തി. പിഴവ് അന്വേഷിക്കുമെന്ന് SCERT ഡയറക്ടർ RK ജയപ്രകാശ് മീഡിയ വണിനോട് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ സുപ്രധാന ഏടാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതം. സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പഠിപ്പിക്കാനുള്ള 4ാം ക്ലാസ് കൈപ്പുസ്തകത്തിലാണ് ഗുരുതരമായ പിഴവ് SCERT വരുത്തിയത്. സുഭാഷ് ചന്ദ്രബോസ് രാജ്യം വിട്ട് ജർമ്മനിയിലേക്ക് പോയത് ബ്രിട്ടനെ ഭയന്നെന്നാണ് കൈപ്പുസ്തകത്തിലെ പരാമർശം. വിവിധ മേഖലകളിൽ നിന്ന് വിമർശനമുയർന്നതോടെ പരാമർശം ഒഴിവാക്കി SCERT വെബ്സൈറ്റിൽ മാറ്റി പ്രസിദ്ധീകരിച്ചു. വീഴ്ച പരിശോധിക്കുമെന്ന് SCERT ഡയറക്ടർ RK ജയപ്രകാശ് മീഡിയ വണിനോട് പറഞ്ഞു. ആരാണത് തയ്യാറാക്കിയത്, എങ്ങനെയാണ് അബദ്ധം കടന്നുകൂടിയത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് വരിക. തീർച്ചയായിട്ടും അത് നമ്മൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇത്തരത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തെറ്റ് കടന്നുകൂടാൻ പാടില്ലാത്തതായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മളത് തിരുത്തി. വിമർശനം കടുത്തതോടെ കൈപ്പുസ്തകത്തിൽ വീണ്ടും SCERT തിരുത്തൽ വരുത്തി. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു എന്നായിരുന്നു ആദ്യത്തെ തിരുത്തൽ. മീഡിയ വൺ വാർത്തയെ തുടർന്ന് കൈപ്പുസ്തകത്തിൽ വീണ്ടും SCERT തിരുത്തൽ വരുത്തി. രാഷ്ട്രീയ കാരണങ്ങളാൽ സുഭാഷ് ചന്ദ്രബോസ് രാജ്യം വിട്ടു എന്നാക്കിയാണ് തിരുത്തൽ. വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകുന്ന കൈപ്പുസ്തകത്തിൽ തന്നെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചത് വലിയ വിമർശനത്തിനാണ് ഇടയാക്കിയത്. വിജിൻ വായാന്തോട്, മീഡിയ വൺ, തിരുവനന്തപുരം.